السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد. സഹോദരന്മാരെ, സഹോദരികളെ, അൽ അർബഊൻ അന്നവവിയ എന്ന മഹൽ ഗ്രന്ഥത്തിലെ ഹദീസ് ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, പഠിതാക്കളെ, നമ്മൾ ഇന്ന് 13ാമത്തെ ഹദീസാണ് പഠിക്കുന്നത്. ഹദീസ് നമുക്ക് ഇപ്രകാരം വായിക്കാം. അൻ അബി ഹംസത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. റവാഹുൽ ബുഖാരി വ മുസ്ലിം. അൻ അബി ഹംസത അനസ് ഇബ്ൻ മാലിക്, അബൂ ഹംസ അനസ് ഇബ്ൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അബൂ ഹംസ എന്നുള്ളത് അനസ് ഇബ്ൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിളിപ്പേരാണ്. അനസ് ഇബ്ൻ മാലിക് പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണം ഇവിടെ ഇമാം നവവി റഹിമഹുല്ല രേഖപ്പെടുത്തി. ഖാദിമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ് അദ്ദേഹം എന്നുള്ളത്. അനസ് ഇബ്നു മാലിക് ഇബ്നു അൻ-നദ്ർ അൻ-നജ്ജാരി അൽ-അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉമ്മു സുലൈം ബിൻത് മൽഹാൻ റളിയല്ലാഹു തആല അൻഹയാണ്. ഉപ്പ മാലിക് ഇബ്നു അൻ-നദ്ർ. അനസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വരുന്ന കാലം 10 വയസ്സ് പ്രായമുള്ള ഒരു കുരുന്നായിരുന്നു. മാതാവ് ഉമ്മു സുലൈം അനസിനെയും കൊണ്ട് തിരുസവിധത്തിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാദിമായി അനസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. 10 വർഷം അനസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് അനുഗ്രഹീതനായി. അഭിമാനപൂർവ്വം അനസ് റളിയല്ലാഹു തആല അൻഹു ആ ഒരു ഖിദ്മത്തിൻ്റെ നാളുകളെ അനുസ്മരിക്കാറുണ്ട്. ചെയ്ത ഒരു കാര്യം എന്തിനു ചെയ്തെന്നോ, ചെയ്യാത്തത് എന്തിനു ചെയ്തില്ലെന്നോ ചോദ്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടാവാത്ത പെരുമാറ്റമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതെന്ന് അനസ് പറയുന്നുണ്ട്. അനസിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുമ്മ അതിൽ ഉംറഹു വ അക്സിർ മാലഹു വ വലദഹു. ആയുസ് നീട്ടിക്കൊടുക്കാനും സന്തതിയിലും സമ്പത്തിലും പോഷിപ്പുണ്ടാകാനുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആ. അനസ് റളിയല്ലാഹു തആല അൻഹു ആ അനുഗ്രഹങ്ങൾ തനിക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതായി അനുസ്മരിക്കാറുമുണ്ടായിരുന്നു. ഹിജ്റാബ്ദം 93 അനസ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 103 വയസ്സായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. സന്തതികളിലും സമ്പത്തിലും ഒക്കെ അനുഗ്രഹം അരുളപ്പെട്ട വിഷയങ്ങളെ അനസ് റളിയല്ലാഹു തആല അൻഹു ഉണർത്തുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അനസ് റളിയല്ലാഹു തആല അൻഹു തിരുജീവിതത്തിലെ നിറസാന്നിധ്യമായിരുന്നു. ബദർ യുദ്ധ നാളിൽ 12 വയസ്സുകാരനാണ് അനസ്. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊരു ചോദ്യമുണ്ടായിരുന്നു, അനസ് ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം താൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് സഗൗരവം പറയാറുണ്ട്. ചരിത്രം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തെടുക്കുന്ന മാർഗേണ അനസ് ബദറിലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അബൂ ഹംസ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ധരിച്ച് നിവേദനം ചെയ്യുന്നത് നമുക്ക് വായിക്കാം. അഥവാ ഹദീസിൻ്റെ ഉള്ളടക്കം മത്തിൻ നമുക്ക് വായിക്കാം. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇനിയാണ് ആ ഉള്ളടക്കം. ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ലാ യുഅ്മിനു അഹദുകും, നിങ്ങളിൽ ആരും മുഅ്മിനാവുകയില്ല, ഹത്ത യുഹിബ്ബ, അവൻ ഇഷ്ടപ്പെടുന്നത് വരെ, ലി അഖീഹി, തൻ്റെ സഹോദരന്, മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം. തനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് എല്ലാം തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും മുഅ്മിനാവുകയില്ല എന്നുള്ളതാണ് ഇവിടെ ഹദീസിൻ്റെ ആശയം. ലാ യുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവിടെ കമാലുൽ ഈമാനിനെ നിരാകരിക്കലാണ്, ഈമാനിൻ്റെ പൂർണ്ണതയെ നിരാകരിക്കലാണ്, അല്ലാതെ ഈമാനിനെ തന്നെ നിരാകരിക്കലല്ല. ഈമാനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന അർത്ഥത്തിലല്ല, പ്രത്യുത ഒരാളുടെ ഈമാൻ പരിപൂർണമാകില്ല എന്ന അർത്ഥത്തിലാണ്. ഇത്തരം പ്രയോഗങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതുമാണ്. വല്ലാഹി ലാ യുഅ്മിൻ അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖ. തൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി നിർഭയനല്ല എങ്കിൽ അത്തരം ആളുകൾ മുഅ്മിനാവുകയില്ല എന്ന ഹദീസുണ്ട്. ഇതുപോലത്തെ വേറെയും പ്രയോഗങ്ങൾ കാണാം.
അവിടെയൊക്കെ കമാലുൽ ഈമാനിനെ, ഈമാൻ്റെ പൂർണ്ണതയാണ് നിരാകരിക്കുന്നത്. അസുലുൽ ഈമാനിനെ നിരാകരിക്കുന്നില്ല. ഈമാനിനെ അഥവാ കമാലുൽ ഈമാനിനെ നിരാകരിച്ചുകൊണ്ട് ശേഷം പറയുന്ന വിഷയം എന്താണോ അതിൻ്റെ ഹുക്മ് പണ്ഡിതന്മാർ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയേകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറയുമ്പോൾ അതിനുശേഷം പറയുന്ന വിഷയം എന്താണ്? അത് വുജൂബിനെയാണ് അറിയിക്കുന്നത്. ഹത്ത യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്കിഷ്ടപ്പെടുന്നതെല്ലാം തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടണം എന്നുള്ളത് നിർബന്ധത്തെ അറിയിക്കുന്നു എന്ന് ഉസൂലിയായ അടിസ്ഥാനപരമായ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഇവിടെ ഈമാനിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നു. ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ കർമ്മങ്ങൾ കൊണ്ട് ഈമാനിനെ മാറ്റുകൂട്ടണം. ഈമാൻ പ്രവൃത്തി പദത്തിൽ തെളിയുകയും ചെയ്യും എന്നുള്ളതാണ്. കേവലം സത്യപ്പെടുത്തലോ തെളിയിച്ചു പറയലോ മാത്രമല്ല ഈമാൻ. ഈമാൻ ആകണമെങ്കിൽ സ്വീകാര്യതയും വഴിപ്പെടലും ഉണ്ടാകേണ്ടതുണ്ട്. ചില ആളുകൾ സത്യപ്പെടുത്തും, പ്രഖ്യാപിക്കും. പക്ഷെ സത്യപ്പെടുത്തുന്നതും പ്രഖ്യാപിക്കുന്നതും കീഴ്പ്പെട്ടുകൊണ്ടോ പ്രവൃത്തി പദത്തിൽ തെളിയിച്ചുകൊണ്ടോ ആവുകയില്ല എന്നുള്ളതാണ്. അപ്രകാരമാണ് ഈമാനെങ്കിൽ അത് രക്ഷയ്ക്ക് മതിയാകില്ല, മോക്ഷത്തിന് ഉതകുകയും ഇല്ല എന്നുള്ളതാണ്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു, അത് തുറന്നു പറയുകയും ചെയ്യുന്നു. പക്ഷെ അബൂ താലിബ് അനുസരിക്കുന്ന, കീഴ്പ്പെടുന്ന അവസ്ഥയുണ്ടായില്ല. അബൂ താലിബിന് ലാമിയായ കവിതകളുണ്ട്. ലാമിൽ അവസാനിക്കുന്ന, ലാം എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന കവിതകൾ. അതേപോലെ നൂനിയയുമുണ്ട്, നൂനിൽ അവസാനിക്കുന്ന വരികളുള്ള കവിതകൾ. ലാമിയയിൽ നമുക്ക് വായിക്കാം, ലഖദ് അലിമു അന്ന ബിനനാ ലാ മുകദ്ദബുൻ ലദൈനാ വലാ യുഅന ബിഖൗലിൽ അബാതിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുന്നത്, മുശ്രിക്കീങ്ങൾക്കെതിരിൽ ലഖദ് അലിമു, അള്ളാഹുവാണേ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, മുശ്രിക്കീങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അന്ന ബിനന, ഞങ്ങളുടെ മകൻ, ലാ മുകദ്ദബുൻ ലദൈന, ഞങ്ങളുടെ അടുക്കൽ കളവാക്കപ്പെടാത്ത ആളാണ് എന്നുള്ളത്. ഒരിക്കലും കളവാക്കപ്പെടാത്ത വ്യക്തിത്വമാണ് ഞങ്ങളുടെ മകൻ എന്നുള്ളത് ഖുറൈശികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വലാ യുഅന ബിഖൗലിൽ അബാതിലി, അസത്യം പറയുന്നവരുടെ വാക്ക് പരിഗണിക്കപ്പെടാവതല്ല എന്നുള്ളതും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മകൻ അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ മുകദ്ദബുൻ ലദൈന, ഞങ്ങളുടെ അടുക്കൽ കളവാക്കപ്പെടാത്തവനാണ് എന്ന് അബൂ താലിബ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതിക്കുകയും അംഗീകരിക്കുകയുമാണ്, സത്യപ്പെടുത്തുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആദർശത്തിന് അദ്ദേഹം കീഴ്പ്പെട്ടില്ല, വഴിപ്പെട്ടില്ല എന്നുള്ളതാണ് അബൂ താലിബിൻ്റെ വിഷയം. നൂനിയയിൽ പറഞ്ഞത്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗലൽ മലാമതു ഔ ഹദാരി മസബ്ബത്തിൻ ലറഅയ്തനി സംഹം ബിദാക മുബീന. അള്ളാഹുവാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ബി അന്ന ദീന മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ ദീൻ, മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, മാനവകുലം കണ്ട മതങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ മതമാണെന്ന്. ലൗലൽ മലാമത്തോ ഹദാരി മസബ്ബത്തിൻ, ആക്ഷേപവും ചീത്തവാക്കുകളും ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ലറഅയ്തനി സംഹം ബിദാക മുബീന, ആ ദീനിൽ വ്യക്തമായി ഞാൻ അതിന് കീഴ്പ്പെടുന്നവനായി നിനക്ക് കാണാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്നിട്ടും അബൂ താലിബ് ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടും എന്ത് സംഭവിച്ചു? അദ്ദേഹം നരകത്തിൻ്റെ ആഴിയിൽ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടു എന്നാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകം ശഫാഅത്ത് ചെയ്തു. അതുകൊണ്ട് തന്നെ ഖമറാത്തുന്നാറിലായിരുന്ന, നരകത്തിൻ്റെ ആഴിയിലായിരുന്ന അബൂ താലിബിനെ ദഹ്ദാഹ മിനന്നാർ, നരകത്തിൻ്റെ മേൽഭാഗത്തേക്ക് കൊണ്ടുവരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാല് മാത്രം നരകത്തിലാകുന്ന അവസ്ഥയിൽ. എന്നാലും യഗ്ലി മിൻഹു മുദിമാഗിഹി, അദ്ദേഹത്തിൻ്റെ തലച്ചോർ തിളച്ചു മറിയും വിധം അദ്ദേഹം നരക ശിക്ഷ ഏൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഈമാൻ കൃത്യവും യഥാവിധവുമാകണം എന്നുള്ളതാണ് ഇസ്ലാം ഉണർത്തുന്നത്, പഠിപ്പിക്കുന്നത്. ഈമാൻ യഥാവിധമാകാൻ മനസ്സിൻ്റെ സത്യപ്പെടുത്തലും നാവിൻ്റെ ഉച്ചാരണവും മാത്രം പോരാ, പ്രവൃത്തിപദം അതിൽ തെളിയണം, പറഞ്ഞ കാര്യം അതിന് കീഴ്പ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ്. പലരും ഇസ്ലാമിനെക്കുറിച്ച് വാചാലമാകും, പലരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വാചാലമാകും, പലരും ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് വാചാലമാകും, പലരും ഇസ്ലാം എന്താണോ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അതിൻ്റെ പുലർച്ചയെയും അതിൻ്റെ തെളിച്ചത്തെയും വളരെ ശ്ലാഘനീയമായി അവതരിപ്പിക്കും, ജിഹകളിൽ വളരെ വാചാലമാവുകയും ചെയ്യും. പക്ഷേ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഈ കേവല വാഗ്ധോരണികളോ പ്രശംസകളോ
ഈ സംസാരങ്ങളോ മാത്രം തങ്ങളുടെ മോക്ഷത്തിനും രക്ഷക്കും മതിയാകില്ല എന്നുള്ള വിഷയമാണ്. ഇവിടെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും മുഅ്മിനാവുകയില്ല, ഈമാൻ അവരുടേത് സമ്പൂർണ്ണമാകില്ല, ഹത്ത യുഹിബ്ബലി അഖീഹി, തൻ്റെ സഹോദരന് അവൻ ഇഷ്ടപ്പെടുന്നത് വരെ. ഇവിടെ തൻ്റെ സഹോദരന് എന്ന് പറയുമ്പോൾ ഈ സാഹോദര്യം ഏതാണ്? അൽ ഉഖുവ അൽ ഇൻസാനിയയുണ്ട്, അൽ ഉഖുവ അൽ ഇസ്ലാമിയയുണ്ട്. ഇസ്ലാമിക സാഹോദര്യവുമുണ്ട്, മാനുഷിക സാഹോദര്യവുമുണ്ട്. മാനുഷിക സാഹോദര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ്. ആ നിലയ്ക്ക് എല്ലാവരും സഹോദരന്മാരാണ്. ആ സാഹോദര്യമാണോ ഇവിടെ ഉദ്ദേശം? അതല്ല, അൽ ഉഖുവ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക സാഹോദര്യമാണോ ഉദ്ദേശം? ഇസ്ലാമിക സാഹോദര്യം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ബിൽഡിംഗ് പോലെയാണ്, എടുപ്പ് പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, ചിലത് ചിലതിനെ ബലപ്പെടുത്തുമെന്ന്. മസലുൽ മുഅ്മിനീന ഫി തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം കമസലിൽ ജസദിൽ വാഹിദ്, പരസ്പര കാരുണ്യത്തിൽ, സ്നേഹവായ്പിൽ, മൃദുല പെരുമാറ്റത്തിൽ മുഅ്മിനീങ്ങളുടെ ഉപമ ഒരൊറ്റ ശരീരത്തിൻ്റെ ഉപമയാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ പ്രയോഗങ്ങളിലൊക്കെ വിരിയുന്ന സാഹോദര്യം, അതാണ് ഇസ്ലാമിക സാഹോദര്യം. ഇവിടെ ഏത് സാഹോദര്യമാണ് ഉദ്ദേശം? രണ്ട് നിലക്കും പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ആശയങ്ങളെ ദ്യോതിപ്പിക്കും വിധമുള്ള വിശദീകരണമാണ്, നമ്മൾ വൈരുദ്ധ്യമല്ല. ഇപ്പോൾ മാനവകുലത്തെ മൊത്തത്തിൽ എടുത്താൽ അവരെല്ലാവരും സഹോദരങ്ങളാണ്. ഇന്ന ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് മാനവർ. ആ നിലക്ക് അവർ സഹോദരങ്ങളാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം താൻ ഇഷ്ടപ്പെടുന്നത് അവർക്കും മാനവർക്കും അവൻ ഇഷ്ടപ്പെടണം. അങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത്, ഹദീസിൻ്റെ മറ്റൊരു പ്രയോഗത്തിൽ, യുഹിബ്ബു ലിന്നാസ് മാ യുഹിബ്ബു ലിനഫ്സിഹി വയക്റഹു ലിന്നാസ് മാ യക്റഹു ലിനഫ്സിഹി, ജനങ്ങൾക്കെല്ലാം അവൻ ഇഷ്ടപ്പെടണം തനിക്ക് ഇഷ്ടപ്പെടുന്നത്, ജനങ്ങൾക്കെല്ലാം അവൻ വെറുക്കണം താൻ തനിക്ക് വെറുക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ തനിക്ക് ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു, ഇസ്ലാമിക ആദർശത്തെ ഇഷ്ടപ്പെടുന്നു, ഇത് മാനവർക്കും അയാൾ ഇഷ്ടപ്പെടണം. പരലോക മോക്ഷം താൻ ഇഷ്ടപ്പെടുന്നു, പരലോക രക്ഷ ഇഷ്ടപ്പെടുന്നു, സ്വർഗം ഇഷ്ടപ്പെടുന്നു, ഇതെല്ലാവർക്കും ലഭിക്കാൻ അവൻ ഇഷ്ടപ്പെടണം. നരകശിക്ഷ അവൻ ഇഷ്ടപ്പെടുന്നില്ല, നരകരക്ഷയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആ നരകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അപ്പോൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ, ഇസ്ലാമിക ആശയങ്ങൾ, അതേപോലെ ജീവിത മോക്ഷം അത് ഇഹത്തിലും പരത്തിലും എല്ലാവർക്കും ഉണ്ടാകാൻ അവൻ കാക്ഷിക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഇസ്ലാമിക വൃത്തത്തിൽ ഇടം കണ്ട മുസ്ലിമീങ്ങളെ അതാണ് ഉദ്ദേശം, അവർക്ക് താൻ ഇഷ്ടപ്പെടുന്നതെല്ലാം ഇഷ്ടപ്പെടണം എന്ന നിലയ്ക്ക് വിശദീകരിച്ച പണ്ഡിതന്മാരുമുണ്ട്. രണ്ടാശയവും ശരിയാണ്. മുസ്ലിമീങ്ങൾക്കും തനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം, മാനവർക്ക് മൊത്തത്തിലും തനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം എന്നതാണ് ഈ ഹദീസിൻ്റെ വിശാലമായ കാഴ്ചപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയിൽ തെളിഞ്ഞതും ഇത്തരം നിലപാടാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്ത യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി എന്ന് പറയുമ്പോൾ തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടണമെന്നാണ്. ഈ ഹദീസിൽ ഇമാം നസായിയുടെ നിവേദനത്തിൽ മാ യുഹിബ്ബു ലിനഫ്സിഹി മിനൽ ഖൈർ, തനിക്ക് നന്മ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. നന്മയായി തനിക്ക് ഇഷ്ടപ്പെടുന്നത് സഹോദരനും ഇഷ്ടപ്പെടണമെന്നാണ്. ചില ആളുകൾക്ക് തിന്മയോട് ഇഷ്ടമുണ്ടായിരിക്കും, നിഷിദ്ധങ്ങളോട് ഇഷ്ടമുണ്ടായിരിക്കും. തനിക്കിഷ്ടമുള്ള നിഷിദ്ധങ്ങൾ, തനിക്കിഷ്ടമുള്ള തിന്മകൾ, അതൊക്കെ സഹോദരനും ഇഷ്ടപ്പെടുക എന്നുള്ളത് വായിക്കപ്പെടാതിരിക്കാനാണ് മാ യുഹിബ്ബു ലിനഫ്സിഹി മിനൽ ഖൈർ, തനിക്കിഷ്ടപ്പെടുന്ന നന്മ അത് സഹോദരൻ ഇഷ്ടപ്പെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, ഈ ഹദീസ് വളരെ സുന്ദരമായ ആശയത്തെ തരുന്ന ഒരു ഹദീസാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ നമ്മൾ വേറെയും ഹദീസുകൾ വായിക്കുന്നുണ്ട്. മൻ അഹബ്ബ അൻ യുസഹ്സഹ അനിൻ നാരി വയദ്ഖുലൽ ജന്ന, നരകത്തിൽ നിന്ന് തെറ്റിക്കപ്പെടാനും സ്വർഗം പ്രാപിക്കുവാനും ഇഷ്ടപ്പെടുന്നവർ, ഫൽതഅതി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന അവസ്ഥയിൽ അവനെ തേടി മരണം വന്നെത്തട്ടെ. വല്യഅതി ഇലന്നാസ്, അയാൾ ജനങ്ങളിലേക്ക് ചെല്ലട്ടെ. മാ യുഹിബ്ബു അൻ യുഅ്ത ഇലൈഹി, തന്നിലേക്ക് വരണം എന്ന് താൻ ഇഷ്ടപ്പെടുന്നതുമായി. ഇവിടെ വല്യഅതി ഇലന്നാസി മാ യുഹിബ്ബു അൻ യുഅ്ത ഇലൈഹി,
തന്നിലേക്ക് വരപ്പെടണം എന്ന് താൻ ഇഷ്ടപ്പെടുന്നത് അതുമായിട്ട് അയാൾ ജനങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ സുന്ദരമായ ഒരു ആശയമാണ് ഈ ഹദീസ് തരുന്നത്. ഇസ്ലാമിക സഭാമര്യാദകളിൽ ഒരു മഹനീയ സ്വഭാവം, അസൂയ മുസൽമാന് പാടില്ല എന്നുള്ളത് ഈ ഹദീസ് ദ്യോതിപ്പിക്കുന്നു. എങ്ങനെ? അസൂയ മറ്റുള്ളവരുടെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നത് ആഗ്രഹിക്കലാണ്. അപ്പോൾ മറ്റുള്ളവരുടെ അനുഗ്രഹം നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവന് ഒരിക്കലും തനിക്കിഷ്ടപ്പെടുന്നത് അവരന് ഇഷ്ടപ്പെടാൻ സാധിക്കുകയില്ല. തനിക്കുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ ഒരാൾ ആഗ്രഹിക്കില്ല. പക്ഷെ അത് മറ്റുള്ളവർക്ക് ആഗ്രഹിക്കുമ്പോൾ അതാണല്ലോ അസൂയ. അസൂയാലുവിനൊരിക്കലും ഈ ഹദീസ് പറയുന്ന ആശയത്തെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയില്ല എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗം. അതുകൊണ്ട് അസൂയയെ സൂക്ഷിക്കണം. അസൂയാലു മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളെ പോയിപ്പോകാൻ അലച്ച വെക്കുന്നവനാണ്. അയാൾ തനിക്കിഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നുള്ളത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന വചനം തത്ഫീഫിനെ എതിർത്തുകൊണ്ടാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കലാണ് തത്ഫീഫ്, കമ്മി വരുത്തൽ. അവർക്ക് കൊടിയ ശിക്ഷയും നാശവുമാണ് ഇവിടെ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും അവ വസനുഹും യുഖ്സിറൂൻ. അളന്നു കൊടുക്കുമ്പോൾ കമ്മി വരുത്തുകയും എന്നാൽ അളന്നു വാങ്ങുമ്പോൾ തൂക്കി വാങ്ങുമ്പോൾ പൂർണ്ണമായി കൃത്യമായി കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇവിടെ അളന്നു കൊടുക്കുമ്പോൾ കമ്മി വരുത്തുന്നു, എന്നാൽ തൂക്കിയും അളന്നും വാങ്ങുമ്പോൾ കൃത്യമായി വാങ്ങുന്നു. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവൻ ഒരിക്കലും ഈ ഹദീസ് പ്രകാരം വർത്തിക്കുന്നവനല്ല. കാരണം അവർ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല അവരന് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഈ ഹദീസിൻ്റെ തേട്ടം, അതിൻ്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് ധാരാളം വായിക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ എങ്ങനെയായിരുന്നു സാഹോദര്യം? അൻസാരികളും മുഹാജിറുകളും എങ്ങനെ സാഹോദര്യത്തിൽ വർത്തിച്ചു? സഹാബികൾ പരസ്പരം എങ്ങനെ സാഹോദര്യത്തിൽ വർത്തിച്ചു? അൻസാരികൾ മദീനയിലേക്ക് ഹിജറ വന്ന മുസ്ലിമീങ്ങളെ എങ്ങനെയാണ് മദീനയിൽ സ്വീകരിച്ചത്, താമസിപ്പിച്ചത്, ജീവിത ചെലവുകൾ നൽകിയത്? നമ്മൾ ധാരാളം ഉദാഹരണങ്ങൾ വായിക്കുന്നുണ്ട്. വീട് പകുത്തു നൽകിയവർ, താമസിപ്പിച്ചവർ, അവർ പട്ടിണിയായിട്ടും വന്നവർക്ക് അവരുടെ പശി അടക്കാൻ അവസരം സൃഷ്ടിച്ചവർ, എത്രയെത്ര മഹിത മാതൃകകൾ. ബനു നദീർ ജൂതഗോത്രത്തിൻ്റെ സ്വത്തുക്കൾ തിരുസവിധത്തിൽ വന്നപ്പോൾ അൻസാരികളെയും മുഹാജിറുകളെയും വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൻസാരികളെ, നിങ്ങൾ സമ്മതിക്കുകയാണ് എങ്കിൽ ഈ സ്വത്തുക്കൾ നമുക്ക് മുഹാജിറുകൾക്ക് കൊടുക്കാം. കാരണം അവർ നിങ്ങളുടെ വീടുകളിലാണല്ലോ പാർക്കുന്നത്. പരിമിതമായ സൗകര്യങ്ങളുള്ള വീടുകളിൽ മുഹാജിറുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്വത്ത് മുഹാജിറുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ സ്വയം പര്യാപ്തരായി മറ്റിടങ്ങളിൽ താമസിച്ചു കൊള്ളും. ഈ സമയം അൻസാരികൾ പറഞ്ഞത്, പ്രവാചകരെ, സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾ മുഹാജിറുകൾക്ക് കൊടുത്തോളൂ, അവർ മുഹാജിറുകൾ സ്വീകരിക്കട്ടെ സ്വത്തുക്കൾ. പക്ഷേ എന്നാലും അവർ ഞങ്ങളുടെ കൂടെ പാർക്കുന്നിടത്ത് നിന്ന് അവർ പോകരുത്, ഞങ്ങളുടെ വീടുകളിൽ തന്നെ അവർ താമസിക്കട്ടെ എന്നാണ്. എത്ര വലിയ മഹിത മാതൃകയാണ് സഹോദരന്മാരെ ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇന്ന് കാലങ്ങളിൽ സ്വാർത്ഥതയും താൻ ഭാവവുമൊക്കെ ആളുകളെ ഭരിക്കുന്ന അവസ്ഥ വന്നു. അതുകൊണ്ട് തന്നെ സാഹോദര്യത്തിനും സ്നേഹവായ്പിനും വിലയും നിലയും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പല മുസ്ലിമീങ്ങളും ഉള്ളത് എന്നത് ഖേദകരമാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ പറയുന്ന ഒരു വാക്കുണ്ട്, കുന്ന ഫി സമനിൻ ലാ യഅരിഫ് ഫദ്ല ദിർഹമിൻ അലാ അഖീഹി വനഹ്നു ഫി സമാനിൻ അദ്ദറാഹിമു ഇൻദ റജുലി അഅസ്സു മിൻ അഖീഹി വ അബീഹി എന്നാണ്. ഇബ്നു ഉമറാണ് പറയുന്നത്, ഞങ്ങൾ ഒരു കാലഘട്ടത്തിലായിരുന്നു, അന്ന് സഹോദരനേക്കാൾ ദിർഹമിന് ശ്രേഷ്ഠത അറിയപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഒരു കാലഘട്ടത്തിലാണ്, ഇന്ന് സ്വന്തം പിതാവിനേക്കാളും സഹോദരനേക്കാളും ചിലർക്ക് മഹത്വം ദിർഹമുകൾക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇബ്നു ഉമർ ജീവിച്ച തിരുവിയോഗ ശേഷമുള്ള നാളുകളെക്കുറിച്ചാണ് ഇബ്നു ഉമർ അത് പറയുന്നത്. പണ്ട് സഹോദരനേക്കാൾ ദിർഹമിന് വിലയുണ്ടായിരുന്നില്ല. ഇന്ന് പിതാവിനേക്കാൾ സഹോദരങ്ങളെക്കാൾ ദിർഹമിനാണ് ചിലർക്ക് വില എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാളുകൾ 1400 വർഷം ഇപ്പുറം നമ്മൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുക? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. ഏതായാലും ഈ ഒരു ഹദീസ് ഇസ്ലാമിൻ്റെ മഹത്വത്തെ ഘോഷിക്കുന്നു, ഇസ്ലാമിൻ്റെ മാനവികതയെ പ്രഖ്യാപിക്കുന്നു. മാനവർക്കും മനുഷ്യർക്കും എത്രമേൽ മഹത്വം കൽപ്പിക്കുന്ന ഒരാദർശമാണ് ദീനുൽ ഇസ്ലാം എന്നുള്ളത് നമ്മളോടിത് പറയുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഹുദൈഫ അൽ അദവി യർമുക്ക് യുദ്ധത്തിൻ്റെ പൊടിയടങ്ങിയപ്പോൾ തൻ്റെ ഒരു ബന്ധുവിനെ കാണാൻ അല്പം ജലമെടുത്തു പോകുന്ന ഒരു ചരിത്രമുണ്ട്. വെള്ളം കയ്യിൽ പിടിച്ച് തൻ്റെ ബന്ധുവിനെ അന്വേഷിക്കുമ്പോൾ ആ ബന്ധു മരണത്തോട് മല്ലിടുന്ന അവസ്ഥയിലാണ്.
പാനജലം വേണമോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് തലയാട്ടി വെള്ളം വായിലേക്ക് നൽകാൻ ഓങ്ങുമ്പോൾ അപ്പുറത്തുനിന്നൊരു ഏങ്ങൽ കേൾക്കുകയാണ്. ആ ഏങ്ങലിൽ ഒരാൾ മരണത്തോട് മല്ലടിക്കുക തന്നെയാണ്. അപ്പോൾ ഹുദൈഫയുടെ ബന്ധു ആ വെള്ളം അങ്ങോട്ട് കൊടുക്കാൻ ആംഗ്യം കാണിക്കുകയും അദ്ദേഹം വായ പൂട്ടുകയുമാണ്. ഹുദൈഫ വെള്ളവുമായി ആ വ്യക്തിയുടെ അടുക്കലേക്ക് ചെന്നു. അത് ഹിഷാം ഇബ്നുൽ ആസ് ഇബ്നു വാഇൽ അസഹ്മിയായിരുന്നു. ഹിഷാം തനിക്ക് വെള്ളം വേണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് കാണിച്ചപ്പോൾ ഹുദൈഫ വെള്ളം നൽകാൻ ഓങ്ങിയപ്പോൾ മറ്റൊരാളുടെ ഏങ്ങൽ കേൾക്കുകയാണ്. ഹിഷാം വായ പൂട്ടി വെള്ളം അവിടെ നൽകാൻ കാണിച്ചപ്പോൾ ഹുദൈഫ അൽ അദവി അങ്ങോട്ട് വേഗത്തിൽ ചെന്നു. അപ്പോഴത്തേക്കും ആ വ്യക്തി രക്തസാക്ഷിയായി. ഹിഷാമിൻ്റെ അടുക്കലെത്തിയപ്പോൾ ഹിഷാം രക്തസാക്ഷിയായി. ഹുദൈഫ തൻ്റെ ബന്ധുവിൻ്റെ അടുക്കലേക്ക് എത്തിയപ്പോഴേക്കും അയാളും രക്തസാക്ഷിയായി. ഹുദൈഫയുടെ കയ്യിൽ ആ പാനജലം ശേഷിക്കുകയുണ്ടായി എന്നത് ചരിത്രം. സഹോദരന്മാരെ, തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടണം എന്നതിൻ്റെ ചരിത്രങ്ങളെ എടുത്താൽ ഉദാഹരണങ്ങൾ ഏറെ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. ഏതായാലും ഈ ഹദീസ് അതിൻ്റെ ആശയം വളരെ മഹനീയമാണ്. ഇത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച മഹനീയ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.